ഞായറാഴ്ച ഓണപരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നേരെ കുളിച്ച് ഫ്രഷായി മലയിൽ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ചധികം ആയിട്ടുണ്ട്, ഇപ്പോൾ ഏകദേശം 2 മാസമായിട്ടുണ്ട് കേട്ടോ വന്ന് തൊഴുതിട്ട്. മാസത്തിലൊരിക്കൽ നമ്മൾ എന്തായാലും ഇവിടെ വന്ന് തൊഴാറുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഏട്ടനൊന്ന് വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, അയ്യോ ഏട്ടൻ എന്താ ഞങ്ങളെ കൂട്ടാണ്ട് പോയിച്ചു. അപ്പോൾ ഏട്ടൻ വേറെ എന്തോ ഒരു ആവശ്യത്തിന് ആ വഴിക്ക് പോയപ്പോൾ കയറി തൊഴുത് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ നമുക്കൊന്ന് പോകണം, ഞാൻ കുറച്ചധികം ആയിട്ടുണ്ട്, പോയിട്ട് കുട്ടികളൊക്കെ ഒന്ന് കൊണ്ടുപോയി തൊഴിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്കിന്ന് എന്തായാലും പെരിന്തൽമണ്ണ പോകണം, കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓണാവാറായില്ലേ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഉത്രാടത്തിനാണ് ഇപ്പോൾ ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉത്രാടത്തിനാണ് നമുക്ക് വീട്ടിൽ ഓണം സെലിബ്രേഷൻ ഉള്ളത്. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ സദ്യയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് കേട്ടോ. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് കണ്ണേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞായറാഴ്ച സാധനങ്ങൾ പോയി വാങ്ങിയാലേ ഉള്ളൂ തിങ്കളാഴ്ച നമുക്കെല്ലാം ഒരുക്കി വെക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഞായറാഴ്ച വൈകുന്നേരം തന്നെ തിടുക്കം കൂട്ടി ഏട്ടനെ വലിച്ചുകൊണ്ട് പോകുന്നത്. അതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. പച്ചക്കറി കടയ്ക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ ഓണക്കാലത്ത്. എനിക്ക് എൻ്റെ ഒരു കുട്ടിക്കാലൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഓണച്ചന്തയ്ക്ക് ഞാനും അമ്മയും കൂടി ആവട്ടെ അധികം പോവുക. അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ രാവിലെ ഇറങ്ങിയിട്ടുണ്ടാവും ഞങ്ങൾ, പക്ഷേ വീട്ടിലെത്തുമ്പോഴേക്കും ഉച്ചയൊക്കെ കഴിയും കേട്ടോ. പക്ഷേ അതൊരു രസമായിരുന്നു കേട്ടോ, കാണാനൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നത് നല്ല രസമാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മക്കളെയും കൂട്ടി ഇങ്ങനെ വരുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയി വന്നെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പച്ചക്കറി കടയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ അല്ലേ. എല്ലാം നല്ല ഫ്രഷ് പച്ചക്കറികൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ നോക്കി എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ എന്തായാലും പച്ചക്കറിയും സാധനങ്ങളും മാത്രം പോരാ, പലചരക്ക് സാധനങ്ങളും വേണം. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും കയറണം കേട്ടോ. അപ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടാവുക. എന്നാലും നമുക്ക് തിരിച്ചും മറിച്ചും ചെരിച്ചും ഒക്കെ നോക്കും, അത് എടുത്തില്ലേ ഇത് എടുത്തില്ലേ എന്നൊക്കെ. എത്ര തവണ നോക്കിയാലും ഈ പറഞ്ഞ പോലെ സംശയം മാറുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പച്ചക്കറി കടയിൽ നിന്ന് തന്നെ ഒരുപാട് തവണ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഏട്ടൻ്റെ ഇതെടുത്തില്ലേ അതെടുത്തില്ലേ എല്ലാം എടുത്തിട്ടുണ്ട്, ഓക്കെയാണെന്ന് ഏട്ടൻ പറഞ്ഞാലും എനിക്ക് സംശയം മാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് പോകുന്നുണ്ട്. പിന്നെ പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഇതിങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമുക്ക് ഈ കൊല്ലം പൂവിടാനായിട്ട് പറ്റില്ല കേട്ടോ. ഇപ്പോൾ കുടുംബത്തിലൊരു കാരണവർ മരിച്ചത് കാരണം നമുക്കത് പറ്റില്ല. അപ്പോൾ അറിയാലോ, അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമുക്ക് പൂവിടാൻ പറ്റില്ല. അപ്പോൾ പൂവിടാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടും ഒരുപാട് സാധനങ്ങൾ ഇതേപോലെ തിരിച്ചും മറിച്ചും നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. ബില്ല് ചെയ്ത് പോന്നാലും കൺഫ്യൂഷനാണ്, അതെടുത്തില്ലേ ഇതെടുത്തില്ലേ. പിന്നെ അതിനിടയിൽ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ. അപ്പം എന്നാൽ ആ ഒരു ദിവസം ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും മറന്നു പോയാൽ ജസ്റ്റ് ഏട്ടനെ കൊണ്ട് വാങ്ങിപ്പിക്കാം എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ബില്ല് ചെയ്ത് ഈ പോരുന്നത് കേട്ടോ. എന്നാലും ഏറെക്കുറെ പർച്ചേസൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. ഏറെക്കുറെ സാധനങ്ങൾ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഓണമൊരുക്കങ്ങൾ ഓരോന്ന് പടിപടിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ആശ്വാസം. പിന്നെ നമ്മൾ ആഘോഷങ്ങൾ പൂർണ്ണമായിട്ട് കഴിയുമ്പോൾ ആശ്വാസവും അതിലേറെ സങ്കടവും ആയിരിക്കും കേട്ടോ. എന്താണെന്നറിയോ, നമ്മളെ പണി കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാകും. പക്ഷേ അതിനപ്പുറം ഈ ഓണം കഴിഞ്ഞല്ലേ, ഇതൊരു വൈബായിരുന്നു അല്ലേ. ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ.